ഒരേ സമയം 2 സീരിയലാണ്, അതും 2 ചാനലില്. ഇവർ ഈ ചാനലിനെ കൊണ്ട് തമ്മിൽ അടുപ്പിക്കോ? ഇല്ല ഇല്ല, അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ചാനലിനോട് ഓൾറെഡി പെർമിഷൻ ഒക്കെ എടുത്തിട്ടാ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് എങ്ങനെയാണ് അപ്പൊ ഒരു മാസത്തെ ഷെഡ്യൂൾ എങ്ങനെയാണ്? 15 ഡേയ്സ് സി കേരളം ആൻഡ് ബാക്കി 15 ഡേയ്സ് വരുമ്പോൾ സൂര്യ ടി വി, അങ്ങനെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എത്ര വർഷമായി സീരിയൽ ഫീൽഡിലോട്ട്? ഇപ്പോ ഒരു ഓൾമോസ്റ്റ് ഒരു 2 ഇയേഴ്സ് ആയിട്ടുണ്ട്. എങ്ങനെയാണ് സീരിയലിലോട്ട് എത്തിയത്? ആക്ച്വലി ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു ടൈമിലേ അല്ല ഞാൻ വന്നത്. ഇപ്പോൾ കോളേജ് എക്സ്പെക്ട് ചെയ്തിരുന്നു, പക്ഷെ ആ ഒരു ടൈമിൽ ഞാൻ കോളേജ് ആ ഒരു ടൈമിലാണ് അങ്ങനെയൊക്കെ കുറച്ചും കൂടെ ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ സമയത്തൊന്നും എനിക്ക് തോന്നുന്നു പഠിത്തം കാര്യങ്ങളായിട്ട് അങ്ങനെ പോയതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ആൻഡ് ഞാൻ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നിതിൻ ആർട്ടിസ്റ്റാണ്, ചേട്ടനാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു റോളുണ്ട്, നിനക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ഹോസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു ആ സമയത്ത് തന്നെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡാൻസും ചെയ്യുമായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിലാണ്, ആ ഒരു ബേസിലാണ് ചേട്ടൻ പറയുന്നത്. ജസ്റ്റ് ഞാൻ ജസ്റ്റ് പോയി അറ്റൻഡ് ചെയ്യാം എന്നുള്ള രീതിയിൽ ട്രിവാൻഡ്രത്ത് ചെന്നപ്പോൾ ഓൾമോസ്റ്റ് ഇതിൻ്റെ കാസ്റ്റിംഗ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞ സമയമായിരുന്നു. അപ്പോൾ ഇവർ എൻ്റെ ഒരു ഭാമ എന്നാണ് ആ ക്യാരക്ടറിൽ, സൂര്യ ടി വിയിൽ ഭാവന സീരിയലുള്ള ക്യാരക്ടർ നെയിം. അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അപ്പോൾ അപ്പിയറൻസ് കണ്ടപ്പോൾ അവർ ഓക്കെ എന്നുള്ള രീതിയിൽ പറഞ്ഞു. പിന്നെ സ്ക്രീനിങ് കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഞാൻ ജോയിൻ ആയി അവിടെ. ബാക്കി കാസ്റ്റിംഗ് എല്ലാം ഓൾറെഡി കഴിഞ്ഞായിരുന്നു. ഈ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ടായിരുന്നു അവിടെ. അപ്പോൾ ചാനൽ അപ്രൂവലൊക്കെ എടുത്തു. അങ്ങനെ പെട്ടെന്നാണ് ഞാൻ എൻ്റർ ആവുന്നത്. ഞാൻ പോലും പെട്ടെന്ന് എല്ലാവരും 1 വീക്ക് കഴിഞ്ഞപ്പോൾ ഞാൻ പോവാണെന്ന് ഇവരെ പറഞ്ഞപ്പോൾ എല്ലാവരും ഇതെന്താണ് പെട്ടെന്ന് എന്നുള്ളൊരു സീനായിരുന്നു ആക്ച്വലി. അപ്പോൾ വീട്ടിലെല്ലാവരും സപ്പോർട്ടീവാണ്. ട്രിവാൻഡ്രം തന്നെയാണോ? അല്ല, ഞാൻ കൊച്ചിയാണ്. കൊച്ചിയിൽ ഷൂട്ടിന് വേണ്ടിയിട്ട് എല്ലാ മാസം അവിടെ തന്നെയല്ലേ? ഓൾമോസ്റ്റ് അങ്ങനെ അവിടെയാണ് ഇപ്പോ. അങ്ങനെ ഇപ്പോ മാംഗല്യം തുടങ്ങിയിട്ട് ഇപ്പോൾ 1.5 മന്ത് ആയിട്ടുള്ളൂ. അപ്പോൾ അപ്പോഴാണ് കുറച്ചും കൂടെ ടൈറ്റ് ആയിട്ട് ഇപ്പോൾ ഷെഡ്യൂൾ വരുന്നത്. അല്ലെങ്കിൽ 15 ഡേയ്സ് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചു പോരായിരുന്നു. ഇപ്പം ഞാൻ ഒരു ചാനലിലും കൂടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, കെൻ കേരളം TV. അപ്പോൾ അവിടെ ആകുമ്പോൾ കോർഡിനേറ്ററും ഹോസ്റ്റിംഗ് ഒക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ 2 മാനേജ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതും കൂടെ വന്നപ്പോൾ അത് റിസൈൻ ചെയ്തിട്ടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഇനിയിപ്പോൾ അടുത്തൊരു സിനിമ, ഇനിയിപ്പോൾ സീരിയലിൽ നിന്ന് നിങ്ങൾക്ക് എഗ്രിമെന്റ് ഉണ്ടാവും അല്ലേ? എഗ്രിമെന്റ് ഉണ്ട്. അപ്പൊ ഈ അടുത്തൊന്നും നമുക്ക് സിനിമയിൽ ഇല്ല ഇല്ല, നിങ്ങൾക്ക് സിനിമ ചെയ്യുന്നോണ്ട് കുഴപ്പമില്ലല്ലോ. ആ ഗ്യാപ്പിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാം, ഡേയ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാം. അതിനുള്ള പെർമിഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മള് നല്ല ക്യാരക്ടേഴ്സ് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ കുറെ പേര് ഇപ്പൊ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഡേയ്സ് ഒക്കെ കുറവാണെങ്കിൽ നമുക്ക് അതൊക്കെ ഓൾറെഡി പെർമിഷൻ എടുത്തുകൊണ്ടൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ അറിയാലോ, ടൈറ്റ് ഷെഡ്യൂൾ ആയിരിക്കും, ഒരുപാട് എപ്പിസോഡ്സ് പോകേണ്ടത് കൊണ്ട്. ഇപ്പൊ ഭാവനയാണെങ്കിൽ തന്നെ 7 ഡേയ്സും ഉണ്ട്. അപ്പൊ അത്ര എപ്പിസോഡ്സ് വേണ്ടത് കൊണ്ട് അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതിന്റെ ഇടയിൽ നിന്ന് നമ്മൾ അങ്ങനെ പോയി ചെയ്യുന്നത് കുറവായിരിക്കും, ബേസിക്കലി കുറവായിരിക്കും. ഭാവന ചെയ്യുന്നത് ടൈറ്റിൽ റോൾ അല്ലേ ഇപ്പൊ ചെയ്യുന്നത്? ഭാവനയിൽ ചെയ്യുന്നത് സെക്കൻഡ് ഹീറോയിൻ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നെഗറ്റീവ് ക്യാരക്ടർ ആണ്? നെഗറ്റീവ് അല്ല, പക്ഷെ ഒരു 300 ഫുൾ എപ്പിസോഡ് വരെ നമ്മുടെ പ്രശ്നമായിരുന്നു അതിൽ ഹൈലൈറ്റഡ് ആയി വന്നുകൊണ്ടിരുന്നത്. കാരണം നമ്മളാണ് അവിടുത്തെ പ്രോബ്ലം എന്ന് വേണം പറയാം. അങ്ങനത്തെ ഒരു അത് ആ സ്റ്റോറി ആണെങ്കിലും എന്താ, ഒരു ലേഡി ഒരു ഫാമിലി റൺ ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ആൾക്കുള്ള പ്രോബ്ലമാണ് ഞാൻ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു ക്യാരക്ടറായിട്ടാണ്. അതല്ല, ഇപ്പോ സീരിയൽ കഴിഞ്ഞിട്ട് ഇപ്പൊ സീരിയൽ കൂടുതലും നമ്മുടെ വീട്ടമ്മമാരും അങ്ങനെ വളരെ ഭയങ്കര ക്ലോസ് ആയിട്ട് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളവർ, അവർക്ക് ഭയങ്കര കണക്റ്റഡ് ആണ് സീരിയൽ എന്ന് പറയുന്നത്. കുറച്ചുകൂടി നമ്മളൊരു സിനിമ ചെയ്യുന്നതിനേക്കാളും പ്രേക്ഷക പ്രീതി നേടുന്നത് എപ്പോഴും സീരിയലാണ്. കുറച്ചുകൂടി ആൾക്കാർ സ്ഥിരം, കാരണം 7 ഡേയ്സും ഉണ്ട്. നമ്മളിപ്പോ ഒരു സിനിമ കഴിഞ്ഞ് പോയാൽ ഇനി അടുത്ത സിനിമ വരണം നമ്മളെ ആളുകൾ ആലോചിക്കാനായിട്ട്. അപ്പൊ അതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? ഇപ്പൊ പുറത്തൊക്കെ ഇറങ്ങുന്ന സമയത്ത് ആൾക്കാർ തിരിച്ചറിയും? കുഴപ്പമില്ല, തിരിച്ചറിയാറൊക്കെ ഉണ്ട്. പക്ഷെ ഇതുപോലെ ഏജ് നമ്മുടെ ഒരു വീട്ടമ്മമാരെ അവരൊക്കെയാണ് കൂടുതൽ അറിയുന്നത്. അപ്പൊ അവരും ഈ പറയുന്ന സ്റ്റോറിയൊക്കെ വെച്ചിട്ടാണ് നമ്മളോട് സംസാരിക്കുന്നത്. അപ്പൊ ഭാവനയിൽ എൻ്റെ ഭയങ്കര ഒരു പാവം ക്യാരക്ടറാണ്. അപ്പോൾ ഒരു ഇൻസിഡന്റ് ഉണ്ടായെന്ന് വെച്ചാൽ, എൻ്റെ മദറിലുമായിട്ട് ചെയ്യുന്നത് സോണിയ ചേച്ചിയാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ട്രിവാൻഡ്രത്ത് ഒരു പുറത്ത് പോയി ഔട്ടിങ്ങിന് പോയി നടന്ന സമയത്ത് ചേച്ചീനെ പിടിച്ചു നിർത്തിയിട്ട് ഈ കുട്ടീനെ എന്തിനാണ് ഇങ്ങനെ ഉപദ്രവിക്കണേന്നൊക്കെയുള്ള സീനില് കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്കത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ഞാൻ ഇവരൊക്കെ അറിയുന്നുണ്ടല്ലോ, നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കുന്നു. പിന്നെ കൊച്ചിയിലായാലും അധികം ശ്രദ്ധിക്കുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. അപ്പൊ ഈ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞപ്പോഴാണ് 30 ദിവസം ഷെഡ്യൂളിലല്ലേ പുറത്തോട്ട് ഇറങ്ങണ്ടെന്നല്ല അറിയുള്ളൂ. അപ്പൊ അങ്ങനെ അതൊരു അപ്പൊ ഞാനും ഇങ്ങനെ നമ്മളെയൊക്കെ അറിയുന്നുണ്ട്. അപ്പൊ അവരാണെങ്കിൽ ഫുൾ സ്റ്റോറി പറഞ്ഞിട്ടാണ് അവർ അത്രയും ഇഷ്ടത്തോടു കൂടി സംസാരിക്കുന്നത്. ഭയങ്കര ജെന്യൂൻ ആയിട്ട് ഭയങ്കര. അപ്പൊ നമുക്ക് ഫീൽ ലൈക്ക് അവര് ആക്ച്വലി, ഞാൻ സീരിയലൊക്കെ കാണുന്ന ആളുകൾ പറയുമ്പോൾ ഇതുപോലെ തന്നെ സീരിയൽ ആർട്ടിസ്റ്റുകൾ പറയുന്നത്,
അവര് ശരിക്കും അത് നടക്കുന്ന ഒരു ഫീലിലാണ് എടുക്കുന്നത്. ഇപ്പൊ ഒരു നെഗറ്റീവ് പണ്ട് ഗ്ലോറി ഒക്കെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മറ്റേ അടിയൊക്കെ കിട്ടാൻ വന്നിട്ടുണ്ട്, എന്നാൽ അടി കിട്ടുന്ന സിറ്റുവേഷൻ ഞാനും ഇതുപോലെ പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്നില്ല, പക്ഷെ ഇത് ലൈവായിട്ട് എനിക്ക് എക്സ്പീരിയൻസ് മനസ്സിലായത്. അപ്പോൾ ചേച്ചിനോട്, അപ്പോൾ ചേച്ചി ഇങ്ങനെ പറയും, ഇല്ല ഞാൻ അതിനെ കൂടെ കൊണ്ട് നടത്തുന്നുണ്ട്, അത് ജസ്റ്റ് ക്യാരക്ടർ മാത്രമാണ്. ചേച്ചിയാണെങ്കിലും പേഴ്സണലി പറയുവാണെങ്കിൽ നല്ലൊരു പാവം ക്യാരക്ടറാണ്. അപ്പോൾ ചേച്ചിയുടെ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു, മോളെ സാരില്ല കേട്ടോ, മോൾ സംസാരിച്ചാൽ മതി, അപ്പോൾ ഇതൊക്കെ ഓക്കെ ആകും, കുറച്ചും കൂടെ സ്റ്റേൺ ആവണം, ബോൾഡ് ആവണം എന്നൊക്കെ. അപ്പം ഞാൻ ഓക്കെ. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പൊ കോളേജ് കഴിഞ്ഞത് മഹാരാജാസിലാണ്. മഹാരാജാസിൽ ഇപ്പം മമ്മൂക്ക അടക്കമുള്ള ഒരുപാട് സിനിമാ നടന്മാരും മീൻസ് ഒരുപാട് ടെക്നീഷ്യൻസ് ആണെന്നുണ്ടെങ്കിലും മഹാരാജാസിന് എന്താണ് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ മഹാരാജാസിന്. ഒരു വൈബാണ് അത്, എന്താ പറയാ, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വൈബാണ്. നമ്മളെ, എനിക്ക് തോന്നുന്നു ഞാനും എന്താ എൻ്റെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്തത് അവിടെ നിന്ന് തന്നെയാണ്. ഒരുപാട് കൈൻഡ് ഓഫ് ആൾക്കാർ, ഒരുപാട് എന്താ പറയുക, അവിടെ പഠിക്കണം എന്ന് വേണമെങ്കിൽ ഞാൻ പറയും. കാരണം അതുപോലെ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഒരുപാട് ആൾക്കാരും പുറത്തുള്ളവരൊക്കെ വരുന്നതല്ലേ. അപ്പോൾ അങ്ങനെ. പക്ഷെ ഈ അഭിനയം ഇതിനോടൊക്കെ താല്പര്യം വരുന്നത്? അല്ല, ഞാൻ സ്കൂളിംഗ് ടൈമിലും നാടകം ഇതൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ശരിക്കും പറഞ്ഞാൽ കോളേജ് ഞാൻ കെമിസ്ട്രി ആയിരുന്നു. അപ്പോൾ ഒരുപാട് പഠിക്കാനുണ്ട്, ഫുൾ ടൈം ലാബിലായിരിക്കും. അപ്പോൾ ഒന്നും അങ്ങനെ കലോത്സവങ്ങൾക്കാണെങ്കിലും ഉദ്ദേശിച്ച അത്ര നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റില്ല. ഇല്ല, അല്ല കോളേജ് ടൈമിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് പറയാനേ ഒന്നും ചെയ്തിട്ടില്ല എന്ന് വേണം പറയാൻ. കാരണം ഫുൾ ടൈം ഇതുപോലെ പഠിത്തം എന്നുള്ള സീനായിരുന്നു. പഠിത്തം എന്ന് ഞാൻ പറയുന്നില്ല, പാസ്സായി പക്ഷേ കൂടുതലും ലാബൊക്കെ ആയിരിക്കും. അപ്പം നമുക്ക് അറ്റൻഡ് ചെയ്തേ പറ്റുള്ളൂ, അല്ലാത്തപ്പോൾ കട്ട് ചെയ്യും, അത് വേറെ കാര്യം. എന്നാലും അങ്ങനെയുള്ളത് കൊണ്ട് ഇതിട്ടൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ഒട്ടും പറ്റിയിരുന്നില്ല. അപ്പം ഞാൻ ഇതിലൊക്കെ ആയി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇൻസ്റ്റ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും എൻ്റെ ഫ്രണ്ട്സ്, അവിടെയുള്ള ഫ്രണ്ട്സ്, ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് അറിയാത്തവർ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നല്ലേ എന്നുള്ള ഒരു ഇതിലാണ് നോക്കുന്നത്. പക്ഷെ പണ്ട് തൊട്ടേ ഡാൻസിങ്ങും ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് അഭിനയമൊക്കെ ഇഷ്ടമായിരുന്നു, ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പറഞ്ഞു അതിൻ്റെ പാട്ട് സ്കിപ്പ് ചെയ്തായിരുന്നു, പാടിപ്പിക്കുകയെന്ന് പേടിച്ചിട്ടായിരിക്കും അല്ലേ? അങ്ങനെയല്ല, പാടും എന്ന് വെച്ചാൽ അങ്ങനെ ഭയങ്കരമായിട്ടല്ല, പക്ഷെ ചെറുതായിട്ടൊക്കെ പാടും. പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു 2 വരി. இன்னும் கொஞ்சம் நேரம் இருந்தாதா என்ன, ஏ அவசரம் என்ன அவசரம் இல்ல பொண்ணே, இன்னும் கொஞ்சம் நேரம் இருந்தாதா என்ன, ஏ அவசரம் என்ன அவசரம் இல்ல பொண்ணே, இன்னும் பேசக்கூட தொடங்கல, என் நெஞ்சவும் கொஞ்சவும் மறையல, இப்போ என்ன விட்டு போகாது, என்ன விட்டு போகாது, இன்னும் பேசக்கூட தொடங்கல, என் நெஞ்சவும் கொஞ்சவும் மறையல, இப்போ